സംഘർഷം തുടർന്ന പശ്ചാത്തലത്തിലാണ് പഞ്ചാബിലെ ജലന്ധറിലുള്ള ലൗലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളായ കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശികൾ നാട്ടിലെത്തിയത്. ഫൽഗുണന്റെയും നവിതയുടെയും മകൻ ശ്രീരൂപ് NP, പ്രകാശിന്റെയും അനുശ്രീയുടെയും മകൾ ഋതുവർണ എന്നിവരാണ് സുരക്ഷിതമായി നാട്ടിലെത്തിയത്. ശ്രീരൂപ് BTech മെക്കാനിക്കൽ 1ാം വർഷ വിദ്യാർത്ഥിയും ഋതുവർണ BArch 1ാം വർഷ വിദ്യാർത്ഥിനിയുമാണ്. അതിർത്തിയിൽ നിന്നും 20 കിലോമീറ്റർ മാറിയാണ് ഇവരുടെ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ആകാശത്ത് ഡ്രോണുകൾ പായുന്നത് വിദ്യാർത്ഥികൾ കണ്ടിട്ടുണ്ട്. പാകിസ്ഥാന്റെ ആക്രമണത്തിൽ ഷെൽ പതിച്ച് കോളേജിന്റെ മുന്നിലെ കാർ തകരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നത്. അപ്പോൾ ഹോസ്റ്റലിലൊക്കെ മേലെ കൂടി ഇങ്ങനെ ഓർബിറ്റൽ ഷെല്ലിൽ പോകുന്നത് പ്രശ്നം പറയുന്നുണ്ട്. അപ്പോൾ കോളേജിൻ്റെ ഗേറ്റിൻ്റെ മുന്നിൽ ഷെല്ല് കാരണം കാറ് കത്തി അങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ കാണുമ്പോഴാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ ഇത് സീരിയസ്നെസ് തിരിയുന്നത്. പിന്നെ ആ സ്പോട്ടിൽ തന്നെ ടിക്കറ്റ് എടുത്ത് പൊളിച്ചൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് നാട്ടിൽ വരാനുണ്ടായി. നാട്ടിലേക്കുള്ള മടക്കയാത്രയിൽ അനിശ്ചിതത്വമുണ്ടായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ ട്രെയിൻ മാർഗം ഡൽഹിയിലെത്തിയെങ്കിലും നാട്ടിലേക്ക് ട്രെയിൻ ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. തുടർന്ന് ബന്ധുക്കൾ ഇടപെട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ഏർപ്പാടാക്കുകയായിരുന്നു. അവിടെ നിന്നും വിമാനമാർഗം കണ്ണൂർ എയർപോർട്ടിലെത്തി. അവിടെ ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നാട്ടിൽ എത്താൻ കുറച്ച് കഷ്ടപ്പെട്ട്, പക്ഷേങ്കിൽ എന്നാലും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പം നമുക്കിപ്പം ട്രെയിനായാലും ഫ്ലൈറ്റ് ആയാലും കുറേയൊക്കെ ക്യാൻസൽ ആകാനുള്ള ചാൻസസ് ഉണ്ടായിരുന്നു. എന്നിട്ടും റിസ്ക് എടുത്തിട്ടാണ് ഇവിടെ എത്തിയത്. സഹപാഠികൾ ഡൽഹിയിലും മറ്റും ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. കോളേജിൽ പരീക്ഷ നടക്കുന്ന സമയമായതിനാൽ ഇതിന്റെ ആകുലത ഉണ്ടെങ്കിലും രാജ്യത്തെ ഭീതിയിലാക്കിയ സംഘർഷത്തിൽ താത്കാലിക പരിഹാരമെങ്കിലും ഉണ്ടായതിന്റെ ആശ്വാസത്തിലാണ് വിദ്യാർത്ഥികൾ. സീ മലയാളം ന്യൂസ്, കണ്ണൂർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.